നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് രണ്ട് പാവയ്ക്കയുടെ വീഡിയോയാണ്. ഇപ്പോൾ പാവയ്ക്കയൊക്കെ ഇഷ്ടം പോലെ അല്ലേ, കിലോയ്ക്ക് 40 രൂപ 50 രൂപയേ ഉള്ളൂ. നല്ല ഒന്നാം തരം പാവയ്ക്ക. അത് നമ്മൾ ഉണക്കി വെക്കുവാണെങ്കിൽ ഒരു കറിയില്ലാതെ വരുമ്പോഴത്തേനും പെട്ടെന്നെടുത്ത് ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു വീഡിയോ, പാവയ്ക്ക ഉണക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 2 പാവയ്ക്കയാണ് മേടിച്ചിരിക്കുന്നത്. ഇതൊരു 600 ഗ്രാം ഉണ്ട്. ഈ പാവയ്ക്ക രണ്ടുമാണ് ഇന്ന് നമ്മൾ ഉണക്കി വെക്കാനായിട്ട് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പാവയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞു വെക്കുകയാണ്. ഈ രീതിയിലാണ് അരിയേണ്ടത്. ഒരേ വണ്ണത്തിലരിയണം, ഈ റൗണ്ടിൽ. വരാൻ പാടില്ല, അത് ഞാൻ കിള്ളിക്കളഞ്ഞത് കണ്ടോ. ഒരേ വണ്ണത്തിൽ നമ്മൾ അരിയണം. നമ്മുടെ പാവയ്ക്ക എല്ലാം നല്ല പൂ പോലെ അരിഞ്ഞ് വെച്ചിരിക്കുക. എല്ലാം ഒരേപോലെ റൗണ്ടിൽ, ഒരേ വണ്ണത്തിൽ. ഇനി നമുക്കതിന് വേണ്ടത് പച്ചമുളകാണ് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ പച്ചമുളക് അരിയുന്നത് ഒത്തിരി അങ്ങ് നമ്മൾ അരിഞ്ഞങ്ങ് രണ്ടാക്കി മാറ്റരുത്. ഇങ്ങനെ കീറി ഇങ്ങനെ ആകണം. അപ്പോൾ ഇതിനൊരു 8 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കണം. പാവയ്ക്കായും പച്ചമുളകും അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയുള്ള ഉപ്പ്, ഇത് നല്ല ഉപ്പാണേ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടവും വരണ്ടേ, അതിന് വേണ്ടി. ഇനി ആവശ്യമായിട്ടുള്ള ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി വേണം. കാശ്മീരി മുളക് പൊടിയാണ്. മൈദയാണ്, മൈദ. ഇതൊക്കെ തൈര് ഒഴിക്കാം. ഈ തൈര് ഒരു സ്വല്പം പുളി വരുന്നത് നല്ലതാണ്. ഇനി കറിവേപ്പില. ഇത് ഏത് നമ്മൾ കൊണ്ടാട്ടത്തിന് ഏതെടുത്താലും ഇച്ചിരി കരിവേപ്പില വേണം. നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് പിന്നെ അതിനകത്തോട്ട് ചേർക്കുന്നില്ല. ഇതങ്ങോട്ട് കുഴയ്ക്കണം. അങ്ങോട്ട് ഒഴിക്കുവാണേ. അപ്പോൾ ഇതിനകത്ത് തൈരുണ്ട്, കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, പിന്നെ മൈദാമാവ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ടിട്ട്, ഇതിനകത്ത് ഉപ്പ് പുരട്ടിയതാണ്. നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിനാണ് ഞാൻ വേറെ ഒരു പാത്രവും കൂടെ എടുത്തത്. നല്ലതായിട്ട് ഇളക്കണമെങ്കിൽ, അതുപോലെ പൊടിഞ്ഞും പോകരുത്. അപ്പം നന്നായിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തു. ഇത് ആ ഹൈലൈറ്റായിട്ടുള്ളത് നമ്മുടെ ആ തൈരാണ്. തൈരും എല്ലാം കൂടെ. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് പിടിക്കട്ടെ. ഉപ്പെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആവിയിൽ വെക്കണം. നമ്മുടെ അപ്പച്ചമ്പിൽ ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം. ഇതൊരു 15-16 മിനിറ്റായി. അപ്പോൾ ഇതിനകത്ത് നല്ലപോലെ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ആവി കയറ്റി കഴിയുമ്പോഴത്തേനും അത് ഒരു പകുതി വേവാകും. എന്നിട്ട് വേണം നമുക്കത് ഉണക്കിയെടുക്കാൻ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേ
എല്ലായിടവും ഒരുപോലെ ആവി കയറണമല്ലോ. കോരിയിടാം. ഞാൻ ഇതെല്ലാം ആവി കയറ്റി ഇത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നല്ല പോലെ വെയിലത്ത് വെച്ച് ഒരു 2 ഉണക്കിയാൽ മതി. ചിലപ്പം 3 വേണമായിരിക്കും. വെയിലില്ലേ, നമുക്കിവിടെ ഡ്രയറുണ്ട്, അതിനകത്തോട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി. സൂപ്പറായിട്ട് എളുപ്പം ഉണങ്ങിക്കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പാവയ്ക്ക ഉപ്പും പച്ചമുളകും എല്ലാം ചേർത്ത് ഉണക്കിയൊക്കെ വെക്കുന്നുണ്ട്. അത് ശരി. ചിലർ ആവിയും കയറ്റും. അതിനേക്കായി അതിൻ്റെ കൂടെ സ്വല്പം തൈരും അതുപോലെ തന്നെ ചുമന്ന മുളകും പിന്നെ സ്വല്പം മൈദാമാവ് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇപ്പോഴും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു പോകുന്നതല്ലാതെ ഫോളോ ചെയ്യുന്നേയില്ല. നമുക്ക് പറ്റുന്ന പോലെ ഈ പ്രായത്തിൽ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. ചിലർ ചോദിക്കുക, എന്നാ വീട്ടിൽ അടങ്ങിയിരുന്നാൽ പോരെ, പെൻഷൻ കിട്ടുന്നില്ലേ? ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അത് നിങ്ങളിലേക്കും പകരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.